ഹായ്, ഞാൻ ദിശ. ഇപ്പോൾ ഞങ്ങൾ സ്റ്റാർ സിംഗർ സീസൺ 9 ഗ്രൂമിങ് സെഷൻ്റെ ഇടയിലാണ്. അപ്പോൾ അടുത്ത് ഞങ്ങൾക്ക് ബാറ്റിൽ റൗണ്ടാണ് വരാൻ പോകുന്നത്. സോ ഞങ്ങൾ പെയർസായിട്ട് ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് 2 പാട്ടുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാലഞ്ച് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാട്ടുകളെ ഗ്രൂമിങ് എന്ന് പറയുന്ന സമയത്ത് കുട്ടികൾക്ക് വേണ്ട ടിപ്സ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. അവർക്ക് ആ പാട്ടിന് വേണ്ട ഫീല്, ആ പാട്ട് കൊടുക്കേണ്ട ഡൈനാമിക്സ്, മോഡുലേഷൻസ്, അതുപോലെ പാട്ടിൻ്റെ ടെക്നിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അവർക്ക് ശബ്ദം എങ്ങനെ കൊടുക്കാം, ഒരു പാട്ട് എത്ര വോയിസ് കൊടുക്കാം, വോയിസിൻ്റെ സ്റ്റൈല് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം. ഓരോ പാട്ടിനും ഓരോ കൾച്ചർ ഉണ്ടല്ലോ, ഓരോ സ്റ്റൈല്, പല തരത്തിലുള്ള പാട്ടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വേരിയേഷൻസ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മുടെ ടീം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഗുരുകുലത്തിൻ്റെ പ്രിൻസിപ്പളാണ് ഞാൻ, അതുപോലെ കോൺവെൻറ്റിൻ്റെ പ്രിൻസിപ്പളാണ് മിഥുൻ, അതുപോലെ നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ട്. നമ്മളെല്ലാവരും 10 പേരും ഇരുന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അതും, അതായത് ഒരു പാട്ട് ഒന്നെന്ന് തുടങ്ങിയിട്ട് അത് ഫ്രം ദ സ്ക്രാച്ച്, ഇപ്പോൾ ഒരു പാട്ട് എങ്ങനെ പഠിക്കുക എന്നുള്ളത് തൊട്ടിട്ട്, അല്ലെങ്കിൽ ബ്രീത്തിങ് തൊട്ടിട്ട്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ടിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെയുള്ള കാര്യങ്ങൾ അവർ മാക്സിമം കോപ്പി ചെയ്യുന്നത്. അതായത് വെറുതെ ഒരു സ്റ്റാർ സിംഗറിന്റെ വെറുതെ എന്നല്ല, ഒരു സ്റ്റാർ സിംഗറിന്റെ സ്റ്റേജിൽ നിന്ന് പാടുക എന്നുള്ളതിനേക്കാൾ അപ്പുറം പിന്നെ ഇനി ഒരു ഭാവിയിലേക്ക് ലൈഫിൽ ഒരു ആസ് എ സിംഗർ അല്ലെങ്കിൽ ആസ് എൻ ആർട്ടിസ്റ്റ് സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ. ഇവൾക്കൊരുവൻ കിഴക്കുതിച്ച് ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി പുത്തഴക് മണിച്ചേർത്തിൽ തിങ്കളേ പൂത്തിങ്കളേ ഇനിയോടി കണ്ണീരരുതേ. അത് മാത്രമല്ല, റിയാലിറ്റി ഷോ കഴിയുമ്പോഴേക്കും അവരൊരു നല്ല കരകളഞ്ഞ പ്രൊഫഷണൽ സിംഗേഴ്സായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനമാണ് ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നത്. കരിമിഴി എഴുതിയൊരഴകല്ലേ ഇതുവരെ ഉരുകിയ മനമല്ലേ, ഇനി ജന്മം നിറയെ സ്വപ്നം വിടരും, സ്വപ്നം നിറയെ പൂക്കൾ വിടരും. ഞാൻ ജിജോ മാത്യു. ഞാൻ സിയാദ്. ഞങ്ങളിപ്പോൾ ഉള്ളത് സ്റ്റാർ സിംഗർ ഗ്രൂമിങ് സെഷനിലാണ്. ഇപ്പോൾ 1-on-1 റൗണ്ടിൻ്റെ മുന്നേ ഉള്ള ഗ്രൂമിങ് സെഷനിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ പാടാൻ പോണ പാട്ട് ശ്രീലതികകൾ എന്നുള്ള പാട്ടാണ്. ഇപ്പോൾ ഞങ്ങളുടെ മാഷിൻ്റെ അടുത്ത് ഗ്രൂമിങ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അപ്പോൾ നമ്മൾ പാട്ട് കറക്റ്റ് ചെയ്യണം. പാട്ടിൻ്റെ ഓരോ മോഡുലേഷൻസും കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സെഷനാണ്. പിള്ളേരെല്ലാം പൊളിയാണ്, അടിച്ച് പൊളിക്കും പിള്ളേർ, അല്ലടാ സാഗരണ്ടേ? അപ്പോൾ ഞാൻ വേഴ്സസ് നീലിമയാണ്. ഞാൻ നീലിമയ്ക്ക് ചാലഞ്ച് ചെയ്തിരിക്കുന്നത് നാദരൂപിണി എന്ന് പറഞ്ഞ പാട്ടാണ്. നീലിമ എനിക്ക് തന്നിരിക്കുന്ന ചാലഞ്ച് കൊലുസ് തെന്നി തെന്നി എന്ന സോങ്ങാണ്. എൻ്റെ പാട്ട് ഏതാ? ഞാൻ വേഴ്സസ് ഗോകുലാണ്. ഗോകുൽ എനിക്ക് തന്ന സോങ് മുത്തും പവിഴവും. ഞാൻ അവന് ചലഞ്ച് ചെയ്ത സോങ് ചന്തം കാടിനീനാഥം. ഞാൻ ഭവിൻ. അപ്പോൾ ഞാനും ശ്രീരാഗും കൂടിയാണ് ഈ ചാലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവന് കൊടുക്കുന്ന ചാലഞ്ച് അന്തിക്കടപ്പുറത്ത് എന്നുള്ള സോങ്ങാണ്. അവൻ എനിക്ക് തരുന്നത് തിങ്കളെ പൂത്തിങ്കളെ കല്യാണരാമനിലെ സോങ്ങാണ്. എല്ലാവരും കാണുന്നത് ഇവർ പാടുന്ന ടെലികാസ്റ്റ് മാത്രമാണ്. അവർ എത്ര ദിവസങ്ങളോളം ഈ പാട്ടിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുള്ളതൊരു വലിയ
വലിയൊരു ടാസ്ക്കാണ്. അത് കഴിയുമ്പോൾ തന്നെ അവർ തന്നെ പറയും, കാരണം ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം മ്യൂസിക്കലി പല ജോണറിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ടിപ്സ് കിട്ടുക എന്നുള്ളത് വലിയൊരു ഒരു അല്ലേ, വലിയൊരു കാര്യം തന്നെ. ഓരോ മേഖലയിൽ എക്സൽ ചെയ്യുന്ന ആൾക്കാരാണ്. അതാണ്. അതുകൊണ്ട് എല്ലാ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ കേൾക്കാനും പറ്റും. പിന്നെ അവർക്കും ഒരു വേറൊരു പെർസ്പെക്റ്റീവാണ്. ഓരോരുത്തർക്കും ഓരോ പാട്ടിനെ പറ്റിയിട്ട് വേറെ ഒരു പെർസ്പെക്റ്റീവാണ്. അപ്പോൾ അത് അവർ എല്ലാം കൂടെ ഒരാളെ ഒരു പാട്ടിനെ എല്ലാ സൈഡിൽ നിന്നും നോക്കി കാണുമ്പോഴത്തേക്കും അവർക്ക് വളരെ കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാവും പാടുന്ന ആൾക്കാർക്ക് ഇത് പാടി കഴിയുമ്പോഴത്തേക്കും. അതിൻ്റെ ഒരു ഗുണം എന്തായാലും അവർക്ക് ഉണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും സ്റ്റാർ സിംഗർ സീസൺ 9 എല്ലാ സാറ്റർഡേയും സൺഡേയും രാത്രി 9 മണിക്ക് ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എല്ലാവരും വരുന്നതാണ്. എല്ലാവരും മറക്കാതെ കാണുക, സപ്പോർട്ട് ചെയ്യണം, അനുഗ്രഹിക്കണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.